ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് മൊബൈൽ ന്യൂമറോളജി അല്ലെ ന്യൂമറോളജി സബ്ജക്റ്റിലെ നമ്പർ 3 എന്ന് പറയുന്ന സംഖ്യ നിങ്ങളുടെ ബർത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ നിങ്ങളുടെ മൊബൈൽ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ അതിനകത്ത് ആ ടോട്ടൽ നമ്പർ 3 ആവുക. അതുമല്ലെന്ന് ഒരു മൊബൈൽ നമ്പറിൽ മൾട്ടിപ്പിൾ 3, ഒന്നിൽ കൂടുതൽ 3കൾ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ 3 എന്ന് പറഞ്ഞ സംഖ്യ ഒന്നി ടോട്ടൽ കൂട്ടുമൊക്കെ വരിക, അതല്ലെന്ന് വരില്ല മൾട്ടിപ്പിൾ 3 നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് വരില്ല. നിങ്ങളുടെ നേച്ചർ എന്തായിരിക്കും നോക്കാം. അതേമാതിരി ബർത്ത് ഡേറ്റ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം. ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ഹറി ഫോർ നോളജ്, ആവശ്യത്തിൽ കൂടുതൽ നോളജ് കണ്ടെത്താനും അതുപോലെ റീഡിങ് ഹാബിറ്റ്, ഒരുപാട് കാര്യങ്ങൾ അറിയണം എടുക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അതുപോലെ സ്റ്റോറി ടെല്ലർ ആൻഡ് കമ്മ്യൂണിക്കേറ്റർ, നല്ല കമ്മ്യൂണിക്കേഷനുള്ള ആളെ അല്ലെ സ്റ്റോറി ടെല്ലർ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിട്ടുള്ള രീതി, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം. അപ്പൊ അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നിങ്ങളുടെ നേച്ചറിൽ കണ്ടിരിക്കും. നിങ്ങൾ ആണെന്ന് വരെ ഇതിന്ന് കമന്റ് ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുത്തിട്ട് ടോട്ടൽ കൂട്ടി നോക്കുക, 3 ആണെന്ന് നോക്കുക. എന്നിട്ട് അതേമാതിരി ഇത് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഫിനിഷ് ചെയ്യത്തില്ല. പല സംഭവങ്ങളും സ്റ്റാർട്ട് ചെയ്തിടും, അത് ഫിനിഷ് ചെയ്യല്ല. ആ ഒരു നേച്ചറും കണ്ടിരിക്കും. അപ്പം ഇതിനകത്ത് നോക്കിയ ബർത്ത് ഡേറ്റ് 3, 12, 21, 30, 3, 12, 21, 30 ഈ ഡേറ്റ് ജനിച്ച ആൾക്കാർക്ക് 3 ആയിരിക്കും നിങ്ങളുടെ ബർത്ത് സംഖ്യ എന്ന് മനസ്സിലായിരിക്കും. അപ്പം അതല്ലെന്ന് വരില്ല ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറഞ്ഞ മാതിരി വരുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു അഫിർമേഷൻ മാതിരി തരാം. ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല. ഞാൻ ഇതിനകത്തൊരു വാൾപേപ്പർ മാതിരി ഇടുന്നുണ്ട്. അപ്പം ഇത് ഗുരുവാണെന്ന് പറഞ്ഞല്ലോ, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഗുരു, വ്യാഴം. അപ്പം ഈ വ്യാഴത്തെ നിങ്ങൾക്ക് പോസിറ്റീവാക്കി എപ്പോഴും വെക്കണം ജീവിതത്തിൽ. വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളറാണ്. ഇവിടെ ഞാൻ സൺഫ്ലവറിന്റെ ആണ് ഒരു ഫോട്ടോ കൊടുത്തേക്കുന്നത്. ഈ സൺഫ്ലവറിന്റെ ഇത് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഇടുക. അതല്ലെന്ന് വരി നിങ്ങൾ, അപ്പോൾ അത് നിങ്ങളെ പല കാര്യങ്ങളും പോസിറ്റീവ് ആവും. അതേമാതിരി ഈ ഇതിനെ പോസിറ്റീവ് ആക്കാൻ കുട്ടികളെ സഹായിക്കുക. കൊച്ചുകുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുക. അതായത് കൊച്ചുകുട്ടികൾക്ക് സ്കൂളിലേക്ക് ബുക്ക്, ബാഗ്, നോട്ട്ബുക്ക് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് ഗുരു ബാക്കിയൂടെ പോസിറ്റീവ് ആവും. അതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് സിമ്പിളായിട്ട് കാണല്ലേ, നമ്പർ ഇസ് എൻ എനർജി. ഈ വേൾഡിൽ ഒരുപാട് അറിയാൻ പറ്റാത്ത ഒരുപാട് നിഗൂഢതകളുണ്ട്. അപ്പം നമ്പർ ഇസ് എൻ എനർജി. അപ്പം ഇറ്റ് ഈസ് എ വൈബ്രേഷൻ, ഒരു തുടിപ്പാണ്, ഒരു എനർജിയാണ്. ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പാത്ത് ആൻഡ് ഒബ്സ്റ്റക്കിൾ. നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ ലൈഫിലെ പാത്ത്, ഒബ്സ്റ്റക്കിൾ ആൻഡ് എക്സിറ്റ്, ഡെറ്റോർ, എന്താ അത് നമ്മളെ വഴിത്തിരിവുകൾ, ഇങ്ങനെയല്ല ഈ നമ്പറിൽ നിന്ന് നമ്മൾ ഫ്രം എ സിംഗിൾ ഡിജിറ്റ് വി ക്യാൻ ഐഡന്റിഫൈ എവരിത്തിങ്. അതേമാതിരി ലൈഫ് ഈസ് എന്താ പറയുന്ന പാറ്റേൺ ഓഫ് നമ്പർ. അപ്പം ഈ ജീവിതം തന്നെ ഒരു പാറ്റേൺ ആണ്, നമ്പറിന്റെ പാറ്റേൺ ആണ്. ഇറ്റ്സ് നമ്പർ ഹെൽപ്പ് ടു അറേഞ്ച് യുവർ ടൈം. നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഈ നമ്പറിന് കഴിയും. അത്ര പവർഫുള്ളാണ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഈ വേൾഡ് മൊത്തം, പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കിയേക്കുന്ന നമ്പർ കൊണ്ടാണ്. അപ്പം നിങ്ങൾ ന്യൂമറോളജി ആണെന്ന് പറഞ്ഞ് തള്ളിക്കളല്ലേ. നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യുക. ഈ ഒരു പറഞ്ഞ മാതിരിയുള്ള പല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ക്യാരക്ടറെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഞാനൊരു 2-3 എക്സാമ്പിൾ കൂടെ തരാം, നോക്കൂ. നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ 4, 5, പിന്നെ അത് ഞാൻ കൊടുക്കുന്നുണ്ട് 4, 5. അതായത് ഒരു 5, ഏറ്റവും 5ഉം 6ഉം സ്ഥാനത്ത് 4, 5 വരിക. അതേപോലെ 5, 4 വരിക. അപ്പൊ രാഹു മെർക്കുറിയാണിത്. അപ്പൊ അങ്ങനെ വന്ന ആൾക്കാർക്ക് ബന്ധം യോഗ എന്ന് പറഞ്ഞൊരു പ്രശ്നം കാണും, ബന്ധം ദോഷം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ടുള്ള, എത്ര പൈസ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കയറാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. 5, 4, 4, 5 വന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് 100% നിങ്ങൾ നോക്കിക്കോ, ഇത് കമന്റ് ചെയ്യുക ആണോ അല്ലയോ എന്ന്. പിന്നെ 555 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. 555 വന്നു കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്കൊക്കെ നല്ലതാണ്. അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ 6 എന്ന് പറയുന്ന ഒരു അക്ഷരം മിസ്സിംഗ് ആണെന്ന് വെച്ചു. 6 സപ്പോസ് ഇല്ല,
അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര പൈസ സമ്പാദിച്ചാലും എത്ര പൈസ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാലോ വേണം. നിങ്ങളെ ഭാര്യയും കുട്ടികളെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിന് യോഗമില്ലാതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അതേമാതിരി 5 മിസ്സിങ് ആണെന്ന് വരില്ലോ, നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് 5 മിസ്സിങ് ആണെന്ന് വരില്ല. ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി, അതേമാതിരി ജോബിന് പ്രശ്നം ഉണ്ടാകും, സ്റ്റേബിൾ അല്ല, പ്രമോഷന് പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അങ്ങനെ ജോബുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും, അതേമാതിരി ഇൻകമ്മിനെ കൂടുതൽ എക്സ്പെൻസ്, വരവിൽ കൂടുതൽ ചെലവ്, ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ പറയുന്ന 5 എന്ന് പറയുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മിസ്സിങ് ആണെന്ന് വരില്ല. അപ്പം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതേമാതിരി ഇതിന്റെ നമ്മളൊരു അഫിർമേഷനോടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ അഫിർമേഷൻ വേണ്ടുന്നതെന്ന്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു കോട്ട്, ഈ അഫിർമേഷൻ നോട്ട് ചെയ്യുക. ഐ വിൽ എഡ്യൂക്കേറ്റ് ആൻഡ് സേവ് ദ സൊസൈറ്റി. ഐ വിൽ എഡ്യൂക്കേറ്റ് ആൻഡ് സേവ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിച്ച് നന്നാക്കും. വീടിന്റെ അവിടെ ഇവിടെ എഴുതി വെച്ചേക്കുക. അത് ബൈ ഹാർട്ടാക്കി നിങ്ങൾ ആൾക്കാരെ അതേമാതിരി സഹായിക്കുക. അതായത് ഗുരു എന്ന് ഞാൻ പറയും. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിവ് കൊടുക്കുന്ന ഗുരുക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഐ വിൽ എഡ്യൂക്കേറ്റ് മൈ സൊസൈറ്റി ആൻഡ് സേവ് ദ സൊസൈറ്റി. നിങ്ങൾക്ക് പറ്റുന്ന അറിവ് ലോകത്തിന് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അവിടെ പോസിറ്റീവ് ആവും. അപ്പൊ അത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യുക. അതേമാതിരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു ചെറിയ സബ്ജക്റ്റ് അല്ല, ഇത് ഇറ്റ്സ് എ വാസ്റ്റ് സബ്ജക്റ്റ്. നോക്കുക, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക. ടെക്നോളജി മാറി, പണ്ട് ഈ മൊബൈൽ നമ്പറും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ നമ്പറിന്റെ വൈബ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ല, ഈ വൈബ്രേഷൻ എല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് വരും ഓരോ നമ്പറിനും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടും അതേമാതിരി ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടോട്ടൽ നോക്കാനുള്ള ഞാൻ ഒരു ചാർട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് ഓരോ ലെറ്ററിനും ഓരോ നമ്പറുണ്ട്. ഈ നമ്പർ എഴുതിയിട്ട് ഈ നമ്പറിന്റെ ടോട്ടൽ വെച്ച് കൂട്ടി നോക്കുക. ഈ ടോട്ടൽ വെച്ച് നോക്കി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബർത്ത് ചാർട്ടിന്റെ ബർത്ത് നമ്പർ കിട്ടും, ലക്കി നമ്പർ കിട്ടും. അപ്പൊ അതാണ് നിങ്ങളുടെ നമ്പർ. അപ്പൊ അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പരും ബാക്കിയുള്ള കാര്യങ്ങളും അതുമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വരും. കാരണം ഇപ്പൊ നോക്കിക്കുക, അമിതാഭ് ബച്ചന് അല്ലെങ്കിൽ ജിയോ മൊബൈൽ നോക്കുക, അമിതാഭ് ബച്ചനൊക്കെ പേരൊഴി നോക്ക് ഏതാണ്ട് 840 ക്രോർ കണ്ടാണ് ABC കോർപ്പറേഷന്റെ ഫണ്ട് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഡൗൺഫോൾ സംഭവിച്ച ആളാണ് അമിതാഭ് ബച്ചന്. അപ്പം പുള്ളിക്കാരനോട് പേര് വരെ 2 CC ചേർത്തിട്ടൊക്കെ ആ പേര് മാറ്റം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. അപ്പൊ ഇങ്ങനെ അതേമാതിരി ജിയോയുടെ നമ്മളെ നോക്കിയ റിലയൻസിന്റെ ജിയോ എന്ന് പറയുന്ന അയാളുടെ ജീവിതം മാറ്റി മറിച്ചു. റിലയൻസിന്റെ മുകേഷ് അംബാനിയുടെ. അപ്പം അത് ഒരു ജിയോ. അപ്പൊ അതൊരു പാറ്റാണ്, അതൊരു എനർജി. അതിന്റെ നമ്പറിന്റെ പവർ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഇങ്ങനൊക്കെ ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കാൻ, സബ്ജക്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വരില്ല, ഞാൻ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്ന് വരില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. മീൻസ് പഠിക്കാനുള്ളത്. അതേമാതിരി സോഫ്റ്റ്വെയർ ഉൾപ്പെടെ തരും. പിന്നെ അതിനൊരു ഫീസുണ്ട്. ഫീസും കാര്യങ്ങളും അപ്പോൾ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പം ഫീസും കാര്യങ്ങളും, സോഫ്റ്റ്വെയർ വേണ്ടുന്നവർക്ക് സോഫ്റ്റ്വെയർ. കാരണം സോഫ്റ്റ്വെയർ മാത്രം കിട്ടിയാലും പറ്റില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ അതേമാതിരി നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഈ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇതെല്ലാം ഒരു പാറ്റേൺ ആക്കി കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് മൊബൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഓൺലൈനിൽ അവൈലാക്കാനുള്ള സംഭവങ്ങളെ എല്ലാ സംഭവം വിശദമായിട്ട് ആ ഒരു ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സിൽ ചേരുന്നവർക്ക് പറഞ്ഞുതരും. ഓൺലൈനായിട്ട് ഇഷ്ടമുള്ള നമ്പർ, നിങ്ങൾക്ക് ബർത്ത് നമ്പർ തന്നെ കിട്ടാനുള്ള അതെല്ലാം പറഞ്ഞുതരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏതാ ലക്കി നമ്പർ. അപ്പോൾ അങ്ങനെ അഥവാ ആരെങ്കിലും നോക്കാൻ കാര്യം വേണ്ടുന്ന ആൾക്കാരാണെന്ന് വരി ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് ന്യൂമറോളജി അറിയാനാണെന്നുള്ളത്, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട അതോ അസ്ട്രോളജി ആണോ എന്നുള്ള എഴുതിയേക്കണം. അപ്പോൾ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനാണെന്ന് വരില്ല, നിങ്ങൾ അതിൻ്റെ ഒരു ഫീസുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ അതാണ്. പിന്നെ ആർക്കെങ്കിലും ഈ പറഞ്ഞവർ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വരില്ല ചേരുക. ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഓർക്കണം. ഇതിനൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാലും ജീവിതത്തിൽ അതൊരു തൊഴിലാണ്, ഒരു ട്രേഡാണ്. നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഒന്നും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല ഇതേമാതിരി ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കിയെടുത്ത് പഠിക്കാല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാനോ എടുക്കാനോ ഉള്ള എല്ലാ സംഭവങ്ങളും പഠിപ്പിച്ചായിരുന്നാണ്. ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ, അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയാം. വിശദമായിട്ട് നമ്മളൊരു ഇത് അസ്ട്രോളജി നോക്കുന്ന മാതിരി A-Z കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് നമുക്ക് റിപ്പോർട്ട് കിട്ടും. ഒരു 5-8 പേജുള്ള റിപ്പോർട്ടിനകത്ത് A-Z കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഏത് ലാംഗ്വേജിലേക്ക് വേണം, ഇംഗ്ലീഷ് വേണോ, ഹിന്ദി വേണോ, മലയാളം വേണോ, എല്ലാ ലാംഗ്വേജിലും അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ആ ഒരു സോഫ്റ്റ്വെയർ അവൈലാക്കും. ഇങ്ങനെയൊക്കെയുള്ള
എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വരില്ല നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.